യൂണിറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആണ്. ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ഞാൻ നോട്ട് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. നമ്മുടെ ഇത് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ നോക്കാം. സ്റ്റഡി മെറ്റീരിയലുള്ള മാറ്റർ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇതിൽ ഇട്ടിരിക്കുന്നത്. അതിലുള്ള പല എക്സാമ്പിൾ ഞാൻ മാറ്റിയിട്ടുണ്ട്, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്, നോട്ട്സ് മാത്രമായിട്ട്, ബ്രീഫ് നോട്ട്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇൻട്രഡക്ഷൻ. Formation of attitude and attitude change. Introduction. An attitude is a hypothetical construct in that it can only be inferred through the behavior of the individual. ഒരാളുടെ പെരുമാറ്റത്തിൽ കൂടെ മാത്രമേ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് ആണ്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് ആണ്. പക്ഷേ ഒരാളുടെ ബിഹേവിയറിൽ നിന്നാണ് അത് മനസ്സിലാക്കുന്നത്. ആറ്റിറ്റ്യൂഡ്സ് ആർ അക്വയർഡ് ആൻഡ് ദ ഡെവലപ്പ് ഔട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് മെനി ഫാക്ടേഴ്സ്. നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. നമ്മൾ ജന്മസിദ്ധമായിട്ടുള്ളതൊന്നും അല്ല. നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് വഴി അക്വയർ ചെയ്യുന്നത് പോലെ എക്സ്പീരിയൻസ് വഴിയും ലേണിംഗ് വഴിയും ആണ് ഇത് അക്വയർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഡെവലപ്പ് ത്രൂ ദ ഇൻഫ്ലുവൻസ് ഓഫ് മെനി ഫാക്ടേഴ്സ്. പല ഫാക്ടേഴ്സ് ഉണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇനി ഫാക്ടേഴ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. ഇന്നലെ സാറ് പറഞ്ഞിരുന്നു, ഇങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എന്നുള്ളത് സ്ഥിരമായിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫാക്ടേഴ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അടുത്ത ഫാക്ടേഴ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. ഫസ്റ്റ് എന്ന് പറയുന്നത് നീഡ് സാറ്റിസ്ഫാക്ഷൻ. We tend to develop a favorable attitude towards things which help us satisfy our needs. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. whenever something hinders our reaching a goal, നമ്മളൊരു ലക്ഷ്യത്തിന് പോകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ, or stops us from doing something that we want to, നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്, പക്ഷേ എന്തോ ഒരു കാര്യം അതിനെ തടസ്സം വരുന്നു അല്ലെങ്കിൽ അതിനെ തടയുന്നു, or frustrate our attempts to satisfy our goals and needs, നമ്മുടെ ലക്ഷ്യം കൈവരിക്കൽ നിന്ന് നമുക്ക് പറ്റുന്നില്ല, നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ പറ്റാത്തത് കാരണം. വി ഫീൽ നെഗറ്റീവ്ലി ഫോർ ദോസ് തിങ്സ് വിച്ച് സ്റ്റാൻഡ് ഇൻ അവർ വേ. എന്താണോ നമുക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്നത്, അതൊരു സാധനമായിരിക്കാം, അതൊരു ഇവൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് മറ്റൊരാളായിരിക്കാം. അപ്പോൾ എന്താണോ അതിനൊരു മാർഗതടസ്സമായിട്ട് വരുന്നത്, അതിനെ നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. വി ഫീൽ നെഗറ്റീവ് ഫോർ ദോസ് തിങ്സ് വിച്ച് സ്റ്റാൻഡ് ഇൻ അവർ വേ ഫ്രം റീച്ചിങ് അവർ ഗോൾ. ഇനി അടുത്ത് സോഷ്യൽ ലേണിംഗ്. അപ്പോൾ നീഡ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞു, വൺ ഓഫ് ദി ഫാക്ടർ ഫോർ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യൽ ലേണിംഗ് ആണ്. Social learning. Process of learning affects the development of attitude and the way an individual learns other forms of behavior. അപ്പോൾ ദ പ്രോസസ് ഓഫ് ലേണിംഗ്, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത്, നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതും നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാരണമാവും. 3 പ്രോസസ്സസ് ഓഫ് ലേണിംഗ് അഫക്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. അതിൽ 3 പ്രോസസ്സസ് ഉണ്ട്. ഒന്ന് കണ്ടീഷണൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, 2 ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, 3 ഒബ്സർവേഷണൽ ലേണിംഗ്. ഇനി എന്താണ് ഈ 3? ഇനി ആദ്യം ക്ലാസിക്കൽ കണ്ടീഷനിങ്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ലേണിംഗ്, എ ന്യൂട്രൽ സ്റ്റിമുലസ് കംസ് ടു എലിസിറ്റ് ആൻ അൺകണ്ടീഷണൽ റെസ്പോൺസ് when repeatedly paired with an unconditioned stimulus. ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. ക്ലാസിക്കൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ എ ന്യൂട്രൽ സ്റ്റിമുലസ്, അതായത് ഒരു സ്റ്റിമുലസ് ആണ്, ഒരു സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ചിലപ്പം വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാഴ്ചയായിരിക്കാം, പക്ഷേ അത് ന്യൂട്രലാണ്. അത് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ഒന്നുമല്ല. ഇറ്റ്സ് എ ന്യൂട്രൽ സ്റ്റിമുലസ്. കംസ് ടു എലിസിറ്റ് ആൻ അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. കംസ് ടു എലിസിറ്റ് ആൻ അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു എങ്കിൽ when repeatedly paired with an unconditioned stimulus, അതായത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് പെയർ ചെയ്ത് വരുമ്പോൾ, ഇതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ ബ്രീഫായിട്ട് എന്താണെന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, ഇവിടെ ഈ നോട്ടിൽ. സോ ഇറ്റ് ഈസ് എ ന്യൂട്രൽ സ്റ്റിമുലസ്
that comes to elicit an unconditioned response. ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു, ഒരു സ്റ്റിമുലസ് ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു. When repeatedly paired with an unconditioned stimulus, it applies to the development of attitudes as well. അത് ആറ്റിറ്റ്യൂഡിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മുടെ ഇത് പേഴ്സണാലിറ്റി തിയറിയിൽ നമ്മുടെ അതിൽ വരുന്നുണ്ട്, അതിൽ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഇവിടെ ഇത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അടുത്തത് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്. We learn those responses that are rewarded and show an increased probability of repeating such responses. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു റെസ്പോൺസ്, ഒരു സ്റ്റിമുലസ് ഉണ്ടായി, അതിന് നമുക്കൊരു സ്റ്റിമുലസ് ഒരാൾ ഇപ്പോൾ തരുന്നു, അല്ലെങ്കിൽ ഒരു വാക്കാലോ പ്രവൃത്തി വഴിയോ നമുക്കൊരു സ്റ്റിമുലസ് തരുന്നു. നമുക്കതിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ്, ആ റെസ്പോൺസ് ഇപ്പോൾ ഒരു റിവാർഡിങ് ആണെന്നുണ്ടെങ്കിൽ we have an increased probability of repeating such responses. നമുക്ക് റിവാർഡ് അനുസരിച്ച് നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. We tend not to repeat responses that are punished. നമ്മുടെ നമ്മുടെ റെസ്പോൺസ് ഇപ്പം പണിഷ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, പണിഷ് ചെയ്യപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കും. ഇതാണ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അടുത്തത് ഒബ്സർവേഷണൽ ലേണിംഗ്. A number of behaviors are learned by watching the activities of others and the outcome of such activities. നേരത്തെ ബെൻഡുറയുടെ തിയറിയിലുള്ളതാണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗ്. നമ്മുടെ പേഴ്സണാലിറ്റി തിയറിയിൽ ബെൻഡുറയുടെ അതിൽ നമ്മൾ ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത്, കണ്ട് പഠിക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. എ നമ്പർ ഓഫ് ബിഹേവിയേഴ്സ് ആർ ലേൺഡ് ബൈ വാച്ചിങ് ദി ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നു. ആൻഡ് ദി ഔട്ട്കം ഓഫ് സച്ച് ആക്ടിവിറ്റീസ്, അതിൻ്റെ ഔട്ട്കമ്മും കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി അടുത്തത് ഗ്രൂപ്പ് അഫിലിയേഷൻസ്. എന്താണ് ഈ ഗ്രൂപ്പ് അഫിലിയേഷൻ? ഓരോ ഗ്രൂപ്പുമായിട്ട് അഫിലിയേറ്റഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിയുമ്പോൾ, ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അത് ഒരു ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ഒരു ഫാക്ടറാണ്. An individual adopts the values, norms, opinions, beliefs, and way of behavior in order to become an acceptable member of that group. ആ ഗ്രൂപ്പിലെ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ആയ വാല്യൂസ്, നോംസ്, ഒപ്പീനിയൻസ്, ബിലീവ്സ് ആൻഡ് വാല്യൂ ഓഫ് ബിഹേവിയർ നമ്മൾ സ്വീകരിക്കുകയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന നോട്ടിലെ പേജ് 2 ആണ് ഇപ്പോൾ നോക്കുന്നത്. ബിക്കോസ് ഫോളോയിങ് ദ ലൈൻ സജസ്റ്റഡ് ബൈ ദ ഗ്രൂപ്പ് ഈസ് റിവാർഡിങ്. കാരണം ആ ഗ്രൂപ്പിൽ പറയുന്ന അതേ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള എല്ലാവരും നമുക്കൊരു ഗ്രൂപ്പിലുള്ള ഒരു സമ്മതിക്കപ്പെട്ട ഒരു മെമ്പറായിട്ട് നമ്മൾ മാറും. എല്ലാവരും അറിയപ്പെടുന്ന ആ ഗ്രൂപ്പിലെല്ലാവരും അറിയപ്പെടുന്ന ഒരു മെമ്പറായിട്ട് മാറും. ബിസൈഡ്സ്, ഗ്രൂപ്പ് എക്സേർട്സ് പ്രഷർ ഫോർ കൺഫോമിറ്റി ടു ഗ്രൂപ്പ്. ഗ്രൂപ്പിന് തിരിച്ചു ഒരു കാര്യങ്ങളുണ്ട്. ഗ്രൂപ്പ് നമ്മളിൽ പ്രഷർ അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് ഗ്രൂപ്പിൻ്റെ നിയമങ്ങൾ, മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടി. ആൻഡ് നോൺ കൺഫോമിറ്റി ഈസ് മെറ്റ് വിത്ത് പണിഷ്മെൻറ്റ്. ഗ്രൂപ്പിൻ്റെ നിയമങ്ങൾ പാലിച്ചില്ലാണ്ടെങ്കിൽ അതിൻ്റെതായ പണിഷ്മെൻ്റ് ഉണ്ടാകും. ഗ്രൂപ്പ് അഫിലിയേഷൻസ് അഫക്റ്റ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. അങ്ങനെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പായിരുന്നാലും ശരി, വാട്സപ്പ് ഗ്രൂപ്പായിരുന്നാലും അല്ലാതെ വേറെ സോഷ്യൽ ഗ്രൂപ്പായിരുന്നാലും ഒഫീഷ്യൽ ഗ്രൂപ്പായിരുന്നാലും, അത് ഇറ്റ് അഫക്ട്സ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. അടുത്ത പ്രൈമസി ഗ്രൂപ്പ്. ഇവിടെ രണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈമസി ഗ്രൂപ്പും റഫറൽ ഗ്രൂപ്പ് എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ പ്രൈമറി ഗ്രൂപ്പും എന്താണ് ഈ റഫറൻസ് ഗ്രൂപ്പ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി പ്രൈമറി ഗ്രൂപ്പ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, അതിനെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഗ്രൂപ്പിന് അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഈ പ്രൈമറി ഗ്രൂപ്പിന് പ്രൈമറി ഗ്രൂപ്പ് ഈസ് ഇമ്മീഡിയറ്റ് ഗ്രൂപ്പ് ഓഫ് ദ ഇൻഡിവിജ്വൽ. നമ്മുടെ ഏറ്റവും അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പ്രൈമറി ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് ഫാമിലി, പിയർ ഗ്രൂപ്പ്, എക്സെട്ര. നമ്മുടെ സ്വന്തം ഫാമിലി, അച്ഛൻ, അമ്മ, ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ്, അവരാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൈമറി ഗ്രൂപ്പ്. അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്, ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അവർ. സച്ച് ഗ്രൂപ്പ്സ് ഹാവ് ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. കുറച്ച് മെമ്പേഴ്സേ അതിലുള്ളൂ. ആൻഡ് എൻജോയ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്. ഇവർ കൂടെ കാണുന്നതാണ്. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് സ്ഥിരമായിട്ടുള്ളതാണ്. സച്ച് പ്രൈമറി ഗ്രൂപ്പ്സ് ആർ ബേസ്ഡ് ഓൺ ക്ലോസ് കോപ്പറേഷൻ. ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ ക്ലോസ് കോപ്പറേഷൻ ആണ്. അഫിനിറ്റി ആൻഡ് കമ്പാഷൻ. അഫിനിറ്റി, അവർ തമ്മിലുള്ള അഫിനിറ്റിയാണ്. അവർ തമ്മിൽ കമ്പാഷൻസ്, ലവ് ആൻഡ് കൈൻഡ്നെസ് ഉണ്ട് അവർ തമ്മിൽ. മെമ്പേഴ്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് ഓഫൺ ഡെവലപ്പ് സിമിലർ ആറ്റിറ്റ്യൂഡ്സ്. അത് ശ്രദ്ധിക്കണം. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു
അധികം വഴക്കും വക്കാണമൊന്നും ഇല്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ മിക്കവാറും സിമിലർ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. Family members, particularly parents, have tremendous influence over the development of attitude among children. അച്ഛനും അമ്മയ്ക്കും മക്കളുടെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. ഇനി ഒരു വാക്ക് വരുന്നുണ്ട്, ആറ്റിറ്റ്യൂഡിനൽ ഹോമോജീനിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, എന്താണ് ഈ ഹോമോജീനിറ്റി എന്നുള്ള ആറ്റിറ്റ്യൂഡിനൽ ഹോമോജീനിറ്റി? അതായത് ഒരേപോലത്തെ കാര്യങ്ങൾ വരുന്നത് എങ്ങനെ, ഹോമോജീനസ് ആയിട്ട് പോകുന്നത് എന്താണെന്നുള്ളത്. Attitudinal homogeneity among a primary group members can be attributed to 4 reasons. 4 കാരണങ്ങളുണ്ട് ഒരേപോലത്തെ ആറ്റിറ്റ്യൂഡ് വരുന്നതെന്ന്. ഒന്ന്, സിൻസ് പ്രൈമറി ഗ്രൂപ്പ്സ് ആർ ക്ലോസ്ലി ഇന്റർനെറ്റ്, അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള അച്ഛൻ, അമ്മ, സഹോദരന്മാർ, ഇവർ ഒരുമിച്ച് ജോയിന്റ് ഫാമിലി പോലെ ഒരു വീട്ടിനകത്ത് താമസിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് members face too much pressure for conformity to group. അപ്പം നമ്മൾ ഈ ഫാമിലിയുടെ അകത്ത് ആ ഫാമിലി പറയുന്ന കാര്യങ്ങളും തീരുമാനങ്ങളും എല്ലാം അതുപോലെ അനുയോജിച്ച് പോകാനായിട്ടുള്ള പ്രഷർ നമുക്കുണ്ട്. Family members face too much pressure for conformity to group. Therefore, members of primary group are more likely to show attitudinal similarity. ഇവർക്ക് എല്ലാവർക്കും സിമിലർ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. Of one member are favorable to other members. അപ്പം ദേ ക്രിയേറ്റ് കണ്ടീഷൻസ് വെയർ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് വൺ മെമ്പർ, ഒരു ആൾ, ഇപ്പം അച്ഛൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അത് ഏറെക്കുറെ ആ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ ഏറെക്കുറെ എല്ലാവരും അതുപോലെ അംഗീകരിക്കുന്ന തീരുമാനമായിരിക്കും. ആർ ഫേവറബിൾ ടു അതർ മെമ്പേഴ്സ് വിച്ച് ബ്രീഡ് ലൈക്കിങ് എമംഗ് ദം. അപ്പോൾ ഇവർ തമ്മിൽ സ്നേഹവും സന്തോഷവുമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുന്നത് ഒരു 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 രീതിയായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. This liking breeds a further similarity, and this similarity in turn leads to attitudinal similarity. എങ്ങനെ, അതായത് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഈ ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ ഒരു വ്യക്തിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഫോർമേഷനാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ സാധാരണ ആറ്റിറ്റ്യൂഡ്സ് പലർക്കും പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുകളായിരിക്കും സാധാരണ ഉണ്ടാകുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലർക്ക് ഒരേപോലത്തെ ആറ്റിറ്റ്യൂഡ് വരും. അതിലൊരു എക്സാമ്പിളാണ് ഈ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫാമിലിക്കകത്ത് ഏറെക്കുറെ എല്ലാവർക്കും ഒരേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കണം അത്. ഇനി ആൾ മെമ്പേഴ്സ് ഓഫ് ദ പ്രൈമറി ഗ്രൂപ്പ് റിസീവ് സിമിലർ ഓർ സെയിം ഇൻഫർമേഷൻ. ഏറെക്കുറെ ഒരേ ഇൻഫർമേഷൻ ആയിരിക്കും ഒരു വീട്ടിനകത്ത്, ഒരു ഫാമിലിയിൽ ഏറെക്കുറെ എല്ലാവർക്കും ഒരേ ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത്. ദേ ആർ മോർ ലൈക്ലി ടു പ്രോസസ് ആൻഡ് അനലൈസ് ദ ഇൻഫർമേഷൻ ഇൻ മോർ ഓർ ലെസ് സിമിലർ ഫാഷൻ, ദസ് ഡെവലപ്പിംഗ് ആറ്റിറ്റ്യൂഡ് ഹോമോജീനിറ്റി. അപ്പം ഒരേ രീതിയിലായിരിക്കും അവർ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതും കാണുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. ഒരു പുതിയ സംഭവ വികാസം കുടുംബത്തിലുണ്ടായി, കുടുംബം ആ സംഭവ വികാസം ഡിസ്കസ് ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുന്നു കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഒരേ ആറ്റിറ്റ്യൂഡ് രീതിയിലായിരിക്കും അവിടെ പോകുന്നത്. ആറ്റിറ്റ്യൂഡ് ഹോമോജീനിറ്റി അവിടെ ഉണ്ടാവുന്നു, ഹോമോജീനിയസ് ആയിട്ടുള്ള പെരുമാറ്റം. ഇനി അടുത്തത്, എനി ന്യൂ മെമ്പർ ഓഫ് എ പ്രൈമറി ഗ്രൂപ്പ് ഈസ് മോർ ലൈക്ലി ടു ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ്സ് സിമിലർ ടു ദ ഗ്രൂപ്പ് ഇൻ ഓർഡർ ടു ഗെയിൻ അക്സെപ്റ്റൻസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അച്ഛൻ, അമ്മ, 2 ആൺമക്കളാണെന്നുണ്ടെങ്കിൽ ആൺമക്കൾ കല്യാണം കഴിക്കുന്നു, ഭാര്യയെ വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഭാര്യമാരും ഏറെക്കുറെ ഈ വീട്ടിൽ അതേ തീരുമാനങ്ങളുമായിട്ട് അനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാര്യമാർ ആ ഫാമിലിയിൽ എല്ലാവരുടെയും മുമ്പിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എനി ന്യൂ മെമ്പർ ഓഫ് എ പ്രൈമറി ഗ്രൂപ്പ്, ഒരു ഫാമിലിയിൽ ഒരു ന്യൂ മെമ്പറായിട്ട് വരുമ്പം ഈസ് മോർ ലൈക്ലി ടു ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ്സ് സിമിലർ ടു ദ ഗ്രൂപ്പ് ഇൻ ഓർഡർ ടു ഗെയിൻ അക്സെപ്റ്റൻസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. അടുത്തത്, ഇനി നമ്മൾ ഇത്രയും നേരം പ്രൈമറി ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തൊരു റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ് ഈ റെഫറൻസ് ഗ്രൂപ്പ്? റെഫറൻസ് ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് the individual is not a member അല്ല, റൈറ്റ്, ബട്ട് വിച്ച് ഹി ആസ്പയർസ് ടു ബി. നമ്മൾ ആഗ്രഹിക്കുന്നു ആ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആവണം എന്നുള്ളത്. ആസ്പയർസ് ടു ബി ലൈക്ക് മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ പോലെ ആവണം എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, റൈറ്റ്. ഇനി സച്ച് എ ഗ്രൂപ്പ് ഇസ് യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ റെഫറൻസ് ഓർ കമ്പാരിസൺ. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങളും അതിലെ ആൾക്കാരും അതിലെ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സും ആ മെമ്പേഴ്സിൻ്റെ പെരുമാറ്റ രീതികളും എല്ലാം നമ്മളൊരു റെഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മളൊരു കമ്പാരിസണിന് വേണ്ടി ഉപയോഗിക്കുന്നു, നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നു. Usually a person identifies with such groups
by changing or adapting values, norms, goals similar to that of reference group. അപ്പം എനിക്കിപ്പോൾ അതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചില കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നു. എൻ്റെ ചില പെരുമാറ്റം ഞാൻ മാറ്റം വരുത്തുന്നു. എൻ്റെ സ്വന്തം ചില ആറ്റിറ്റ്യൂഡ്സ് ഞാൻ ഒന്നി വേണ്ടാന്ന് വയ്ക്കുന്നു, അല്ലെങ്കിൽ ചിലതൊന്ന് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ആ ഗ്രൂപ്പുമായിട്ട് യോജിച്ച് പോകത്തക്ക രീതിയിൽ ഞാൻ ആക്കുന്നു. അപ്പോൾ റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതാണ്. ഞാൻ മെമ്പർ അല്ല, പക്ഷെ ഞാൻ മെമ്പർ ആവാൻ ആഗ്രഹിക്കുന്നു. അതിലെ മെമ്പേഴ്സിനെ പോലെ ആവാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ ആറ്റിറ്റ്യൂഡും വാല്യൂസും എല്ലാം ആ ഗ്രൂപ്പിനനുസരിച്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അതാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ റഫറൻസ് ഗ്രൂപ്പ് വീണ്ടും വരും കുറച്ച് കഴിഞ്ഞിട്ട്. അത് ഇപ്പോൾ വീണ്ടും അതിലോട്ട് ഞാൻ പറയാം. ഇനി അടുത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ്. എന്താണ് കൾച്ചറൽ ഫാക്ടേഴ്സ്? എവറി സൊസൈറ്റി ഹാസ് ഇസ് കൾച്ചർ ആൻഡ് എവറി കൾച്ചർ ഹാസ് ഇസ് ട്രഡീഷൻസ്, നോംസ്, വാല്യൂസ്, റിലീജിയൻ എക്സെട്ര. ഓരോ കൾച്ചർ, ഇപ്പം ഇന്ത്യൻ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ അതിൻ്റെതായ ട്രഡീഷൻസ് ഉണ്ട്, നോംസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. ഇനി the socialization of every person is affected by cultural factors of that society. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യൻ കൾച്ചറിൽ ഓരോ ഫാമിലീസ് അല്ലെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കൾച്ചറൽ ഫാക്ടേഴ്സ് ഒരു പ്രധാന ഘടകമാണ്. പീപ്പിൾ റിയർഡ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എക്സിബിറ്റ് ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ്. ഇന്ത്യൻ കൾച്ചറിൽ ജനിച്ചു വളർന്ന ഒരാളുടെ സ്വഭാവ രീതി അല്ല ചൈനീസ് കൾച്ചറിൽ ജനിച്ചു വരുന്ന ഒരാൾ. അതുപോലെ ചൈനീസ് കൾച്ചറിലുള്ള ഒരാൾ ജനിച്ചു വന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡും പെരുമാറ്റം പോലെ അല്ല ഒരു റഷ്യൻ കൾച്ചറിൽ ജനിച്ചു വരുന്ന ഒരു വ്യക്തി. അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. വൈൽ പീപ്പിൾ റിയർഡ് ഇൻ ദ സെയിം കൾച്ചർ ഷോ സിമിലാരിറ്റി ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ഏറെക്കുറെ ഇന്ത്യക്കാരെന്ന് പറയുമ്പം മിക്ക ഇന്ത്യക്കാർക്കും ഏറെക്കുറെ ഒരുപോലത്തെ സ്വഭാവ രീതികളാണ് പലർക്കും. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനമായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്ത്യക്കാർക്കെല്ലാം ഇന്ത്യക്ക് പുറത്ത് ഏറെക്കുറെ ഒരേപോലത്തെ സ്വഭാവ രീതികളാണ്. ചൈനക്കാർക്ക് പ്രത്യേക രീതികളുണ്ട്, റഷ്യക്കാർക്ക് അതുപോലെ ചില സ്വഭാവ രീതികൾ, ആഹാര രീതികൾ, പെരുമാറ്റ രീതികളുണ്ട്. അത് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവിടെയായ രീതികൾ. അപ്പോൾ കൾച്ചറൽ ഫാക്ടേഴ്സ് ഈസ് അനദർ ഫാക്ടർ ഫോർ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. ഇനി അടുത്തത് പേഴ്സണാലിറ്റി ഫാക്ടർ. ആറ്റിറ്റ്യൂഡ്സ് വിച്ച് ആർ ഇൻ കൺസണൻസ് ഓഫ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ അക്വയർഡ് ഈസിലി. നമ്മുടെ സ്വന്തം ചില പേഴ്സണാലിറ്റിയിലുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് അതനുസരിച്ച് എളുപ്പം ഡെവലപ്പ് ചെയ്യും. ഇനി അടുത്തത് സ്റ്റീരിയോ ടൈപ്സ്. നമ്മൾ ഇന്നലെ കണ്ടു സ്റ്റീരിയോ ടൈപ്സ്, അത് ഇവിടെ വരെയാണ് വീണ്ടും. എവറി സൊസൈറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് വിത്ത് സം സ്റ്റീരിയോ ടൈപ്സ്. ഏത് സൊസൈറ്റി ആയാലും അവിടെ ചില സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടാവും. സ്റ്റീരിയോ ടൈപ്സ് ആർ സിമ്പിൾ ജനറലൈസ്ഡ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീപ്പിൾ ഓഫ് അതർ ഗ്രൂപ്പ്സ്. മറ്റു ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മുടെ ചില ജനറലൈസ്ഡ് എക്സ്പെക്റ്റേഷൻസ് ആണ്. നമുക്ക് ചില വിചാരങ്ങളുണ്ട് മറ്റു ചില ഗ്രൂപ്പ്. ഇതിങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇതിങ്ങനെ ഈ ഇത്ര ആൾക്കാർ അല്ലെങ്കിൽ ഈ ഈ ജാതിയിൽപ്പെട്ടവർ അവരങ്ങനെ ചെയ്യത്തുള്ളൂ, അവരുടെ പെരുമാറ്റ രീതി ഇങ്ങനെയാണ് എന്ന് നമുക്ക് നേരത്തെ ഒരു ഇംപ്രഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് സ്റ്റീരിയോ ടൈപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്തത് ഗിവൺ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടറുണ്ട്. ഗിവൺ ഇൻഫർമേഷൻ ഇൻ മോഡേൺ സൊസൈറ്റി, modern means of communication, particularly radio, television, play important role in shaping the opinions, views, and attitudes about many an issue of public concern. റേഡിയോ, ടെലിവിഷൻ, ഇപ്പോൾ പിന്നെ ഇൻ്റർനെറ്റും ഉണ്ട്. ഇങ്ങനത്തെ പല മാധ്യമങ്ങൾ ഒരു പ്രധാന ഘടകമാണ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷന്. നോട്ട് ഓൾ ഇൻഫർമേഷൻ ഹാവ് ഈക്വലി എഫക്റ്റ് ഓൺ ആറ്റിറ്റ്യൂഡ്സ്. നമുക്ക് ഈ മാധ്യമങ്ങളിൽ കൂടെ കിട്ടുന്ന എല്ലാ വാർത്തകളും ഒരേ എഫക്റ്റ് അല്ല ആറ്റിറ്റ്യൂഡ് ഫോർമേഷന്. കാരണം വേറൊരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ കള്ള വാർത്തകളുണ്ട്, ശരിയായ വാർത്തകൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ അതനുസരിച്ചിരിക്കും. എല്ലാത്തിനും ഒരേ എഫക്റ്റ് അല്ല ഉള്ളത്. ഇനി ഇത്രയാണ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ 2 ഘടകമാണ് ഉള്ളത്. ഒന്ന് ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡും, രണ്ടാമത്തത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് മാറ്റാം എന്നുള്ളതാണ്. അത് ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. Now we are going to attitude change. Attitudes are relatively permanent. താരതമ്യ പെർമനൻ്റ് ആണ് പറയുന്നത്, ഏറെക്കുറെ പെർമനൻ്റ് ആണ്. ദേ ആർ സബ്ജക്റ്റ് ടു ചേഞ്ച് ബട്ട് സ്ലോലി ഓവർ ടൈം.
ആൾക്കാരെ മാറ്റാൻ പറ്റും, ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റും. പക്ഷെ പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. പതുക്കെ കാലക്രമേണ സമയം പോകും തോറും അത് മാറ്റാൻ പറ്റത്തുള്ളൂ. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഈസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ട്. ഒന്ന് കോൺഗ്രുവൻ്റ് ചേഞ്ച്, രണ്ട് ഇൻകോൺഗ്രുവൻ്റ് ചേഞ്ച്. ഇനി എന്താണ് ഈ കോൺഗ്രുവൻ്റും ഇൻകോൺഗ്രുവൻ്റ്? വെൻ ആൻ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ബിക്കംസ് മോർ ഫേവറബിൾ ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ്. അതായത് ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ ഫേവറബിൾ ആവുകയാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റിന് ശേഷം, അല്ലെങ്കിൽ ഒരു സംഭവത്തിന് ശേഷം, ഇറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ചേഞ്ച്. അതിനെയാണ് കോൺഗ്രുവൻ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ഫേവറബിൾ ആറ്റിറ്റ്യൂഡാണ്, ബിക്കംസ് മോർ ഫേവറബിൾ ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ്, ഇറ്റ് ഈസ് ആൻ കോൺഗ്രുവൻ്റ് ചേഞ്ച്. അത് കോൺഗ്രുവൻ്റ് ചേഞ്ച് ആണ്. ഹവർ വെൻ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഈസ് അൺഫേവറബിൾ, അത് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഓൾറെഡി ഹെൽഡ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഓൾറെഡി ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ ആ ചേഞ്ച് എന്ന് പറയുന്നത് എക്സാക്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻകോൺഗ്രുവൻ്റ് ചേഞ്ച്. ടു ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. അപ്പം കോൺഗ്രുവൻറ്റും ഇൻകോൺഗ്രുവൻറ്റും കണ്ടു. കോൺഗ്രുവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ ഫേവറബിൾ ആവുകയാണെങ്കിൽ അത് കോൺഗ്രുവൻ്റ് ആണ്. ഇനി ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾക്ക് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വഴി അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് മാറി തീരുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻകോൺഗ്രുവൻ്റ് ചേഞ്ച് എന്ന് പറയുന്നു. ഇനി ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അതർ തിങ്സ് ബീങ് ഈക്വൽ, അതായത് മറ്റെല്ലാ കാര്യങ്ങളും ഒന്നുപോലെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രുവൻ്റ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഈസ് ഈസിയർ ടു ബ്രിങ് അബൌട്ട് ദാൻ ഇൻകോൺഗ്രുവൻ്റ് ചേഞ്ച്. മറ്റെല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രുവൻ്റ് ചേഞ്ച് എളുപ്പം കൊണ്ടുവരാൻ പറ്റും ഇൻകോൺഗ്രുവൻ്റ് ചേഞ്ചിനേക്കാളും. വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു, അത് നല്ലതാണെന്ന് വന്നു, അത്രയേ ഉള്ളൂ. അത് കുറച്ചുകൂടെ എളുപ്പമാണ് അങ്ങനെ വരാനായിട്ട്. നേരെ തിരിച്ചുള്ള പെരുമാറ്റത്തിലോട്ട് മാറുന്നില്ല. ഇനി അടുത്തത്, if the strength, stability and consonance among the present elements of attitude is higher. ശ്രദ്ധിക്കണം, സ്ട്രെങ്ത്, അതായത് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഈ എലമെൻസിലുള്ള ആ സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, കൺസണൻസ്, അതായത് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എലമെൻസാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആറ്റിറ്റ്യൂഡ് എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ആ എലമെൻറ്റ്സ് ഈ സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, കൺസണൻസ് എല്ലാം ഹൈ ആണെന്നുണ്ടെങ്കിൽ, then congruent change is easier to bring about than incongruent change. കോൺഗ്രുവൻ്റ് ചേഞ്ച് പെട്ടെന്ന് എളുപ്പം കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഈ രണ്ട് ഫാക്ടേഴ്സ് അപ്പോൾ ഉള്ളത്. ഇനി എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് കോൺഗ്രുവൻ്റ് ചേഞ്ച് ആർ. ഒരു കോൺഗ്രുവൻ്റ് ചേഞ്ച്, എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ ദേർ ദാറ്റ് അഫക്റ്റ് കോൺഗ്രുവൻ്റ് ചേഞ്ച്. ഒന്ന്, ചേഞ്ചിങ് റെഫറൻസ് ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ റെഫറൻസ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മൾ ആ ഗ്രൂപ്പിൽ മെമ്പർ അല്ല, പക്ഷെ നമ്മൾ വളരെയേറെ ആഗ്രഹിക്കുന്നു ആ ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ. ആ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിനെ പോലെ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് പ്രൈമറി ഗ്രൂപ്പ് അല്ല, റെഫറൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ വാല്യൂസും ഇത് നോംസും എല്ലാം നമ്മൾ അതുപോലെ പകർത്തുന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതനുസരിച്ച് മാറ്റുന്നു, ആ ഗ്രൂപ്പുമായിട്ട് അനുയോജിച്ച് പോകാൻ വേണ്ടി. അപ്പോൾ എങ്ങനെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം? ചേഞ്ചിങ് റെഫറൻസ് ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പാണോ നമ്മൾ റെഫറൻസ് ആയിട്ട് വച്ചിരിക്കുന്നത്, ബെഞ്ച് മാർക്കായിട്ട് വച്ചിരിക്കുന്നത്, അതിനെ മാറ്റുക. ആ റെഫറൻസ് ഗ്രൂപ്പിനെ മാറ്റിക്കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റും എന്ന് പറയുന്നു. ചേഞ്ച് ഇൻ റെഫറൻസ് ഗ്രൂപ്പ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ആസ് വെൽ. ഇനി അടുത്തത്, ചേഞ്ചിങ് ഗ്രൂപ്പ് അഫിലിയേഷൻസ്. ഗ്രൂപ്പ്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ആയിട്ട് അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ മാറ്റിക്കഴിഞ്ഞാൽ വേറെ ഗ്രൂപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ആ പുതിയ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറൂലേ? സ്വാഭാവികമായിട്ട് മാറും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. വെൻ എ പേഴ്സൺ ബ്രേക്സ് ടൈസ് വിത്ത് ഓൾഡ് ഗ്രൂപ്പ് ആൻഡ് ജോയിൻസ് ന്യൂ വൺ, ഒരു പുതിയ ഗ്രൂപ്പിൽ ചേരുമ്പോൾ, ഹി റെഡിലി അഡോപ്റ്റ്സ് നോംസ്, വാല്യൂസ്, ഒപ്പീനിയൻസ് ആൻഡ് ബിലീവ്സ് ഓഫ് ദ ന്യൂ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനെ വിട്ടിട്ട് വേറെ ഗ്രൂപ്പിൽ ചേരുന്നു, വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ചേരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ചേരുമ്പോൾ ആ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളാണ് അവിടെ ഉള്ളത്. നാച്ചുറലി പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് പുതിയ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. പഴയ ഗ്രൂപ്പിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ല, നമുക്ക് പുതിയ ഗ്രൂപ്പിൻ്റെ ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചാൽ മാത്രമേ പുതിയ ഗ്രൂപ്പിൽ നമ്മൾ അക്സെപ്റ്റഡ് ആവുള്ളൂ, പുതിയ ഗ്രൂപ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇനി ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഓർ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് അഫിലിയേഷൻസ് ഡിപ്പെൻഡ് ഓൺ ടു തിങ്സ്.
അപ്പം ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് അഫിലിയേഷൻ രണ്ട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒന്ന്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്പർഷിപ്പ് ഇൻ ഗ്രൂപ്പ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ട് മെമ്പർഷിപ്പ്, ഗ്രൂപ്പിലെ മെമ്പർഷിപ്പിലെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ബൈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രൂപ്പ് വി മീൻ നോംസ്, വാല്യൂസ് ആൻഡ് ബിലീവ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ നോംസ്, ആ ഗ്രൂപ്പിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ ഗ്രൂപ്പിൻ്റെ വാല്യൂസ്, ആ ഗ്രൂപ്പിൻ്റെ ബിലീവ്സ്, അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇഫ് ദ സ്റ്റാൻഡേർഡ്സ്, നോംസ്, ബിലീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ന്യൂ ഗ്രൂപ്പ്, പുതിയ ഗ്രൂപ്പ്, ആർ മോർ അട്രാക്റ്റീവ് ടു ദ ഇൻഡിവിജ്വൽ, നമുക്ക് കുറച്ചുകൂടെ ആകർഷകമാണെന്നുണ്ടെങ്കിൽ, ദെൻ ദ ഇൻഡിവിജ്വൽ ഈസ് ലൈക്ലി ടു ചേഞ്ച് ഹിസ് ആറ്റിറ്റ്യൂഡ്സ് മോർ റെഡിലി. പുതിയ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി പുതിയ ഗ്രൂപ്പിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ. ആ രീതിയിൽ അവരുടെ ആ മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ്സ്, വാല്യൂസ് നമുക്ക് സ്വീകരിച്ചേ പറ്റൂ. തന്മൂലം നമ്മുടെ പഴയ ആറ്റിറ്റ്യൂഡിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തണം, എന്നാലേ പുതിയ ഗ്രൂപ്പിൽ ചേരാൻ പറ്റുള്ളൂ. സിമിലർലി, characteristics of membership refers to individuals' position in the new group. പുതിയ ഗ്രൂപ്പിലെ നമ്മുടെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, നമ്മൾ എന്ത് പൊസിഷനിലാണ് പുതിയ ഗ്രൂപ്പിൽ വരുന്നതെന്നുള്ളത്. ഇഫ് ന്യൂ പൊസിഷൻ ഇൻ ന്യൂ ഗ്രൂപ്പ് അക്കോർഡ്സ് ഗ്രേറ്റർ സ്റ്റാറ്റസ്, പവർ ആൻഡ് പ്രസ്റ്റീജ്, then the individual is more likely to change his attitude in the direction held by the group. പുതിയ ഗ്രൂപ്പിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ പവറും സ്റ്റാറ്റസും പ്രസ്റ്റീജും എല്ലാം പുതിയ ഗ്രൂപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൂടിയ സ്റ്റാറ്റസും പവറും പ്രസ്റ്റീജും എല്ലാം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നു. കാരണം പുതിയ ഗ്രൂപ്പിൽ നമുക്ക് നിന്നാലേ പറ്റൂ എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്പർഷിപ്പ് അതാണ്, നമ്മുടെ സ്റ്റാറ്റസ്, പവർ, പ്രസ്റ്റീജ് അനുസരിച്ചിരിക്കുന്നു. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ. നേരത്തെ നമ്മൾ വന്നിരുന്നു, ഗിവൺ ഇൻഫർമേഷൻ എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ വന്നിരുന്നു. ഇപ്പം ഉള്ളത് അഡീഷണൽ ഇൻഫർമേഷനാണ്. കൂടുതൽ ഇൻഫർമേഷൻ, അതായത് കുറച്ചുകൂടെ കൂടുതൽ ഇൻഫർമേഷൻ നമുക്കിപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് കിട്ടുന്നുവെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. Change in attitude is also brought about information received by means like radio, television and newspaper. നേരത്തെ പറഞ്ഞു ഗിവൺ ഇൻഫർമേഷനിൽ നമ്മുടെ ഈ അതുവഴി ഈ മാധ്യമങ്ങൾ വഴി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് കിട്ടുകയാണെങ്കിൽ ആ കൂടുതലായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ മിക്കവാറും ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന് സഹായിക്കുന്നതാണ്. The person also gets information through interaction with others. മറ്റുള്ളവരിൽ കൂടെയുള്ള ഇൻട്രാക്ഷൻ വഴിയും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നു. However, change in attitudes resulting from reception of additional information depends on the nature of social situation in which information is given. എന്ത് തരത്തിലുള്ള സോഷ്യൽ സിറ്റുവേഷനിലാണ് ആ പുതിയ ഇൻഫർമേഷൻ കിട്ടിയത് എന്നും കൂടെ ഒരു ബാധകമായിട്ടുള്ള ഒരു ഘടകമാണ്. ഏത് സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഉദാഹരണത്തിന് ഇപ്പം കുറേ പേര് ചേർന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ചെയ്യാനില്ല, കാരണം ആ ഒരു സാഹചര്യം അതായുണ്ട്. മറിച്ച് നമ്മളിപ്പം ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ നമ്മൾ വലിയ ചടങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യുകയാണ്. ചടങ്ങിൽ വലിയ പ്രധാനപ്പെട്ട ആൾക്കാർ ചില കാര്യങ്ങൾ പറയുന്നു, മതപരമായ ചില കാര്യങ്ങൾ പറയുന്നു. നമുക്കത് കൂടുതൽ നമ്മൾ വിശ്വസിക്കും ആ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അഡീഷണൽ ഇൻഫർമേഷൻ ചില കാര്യങ്ങളെക്കുറിച്ച്. അപ്പം സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ഈ പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നത്, എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാം എന്നുള്ളത്. 3 types of such social situations are. അതിലൊരു ആ സോഷ്യൽ സിറ്റുവേഷൻസ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ചിലതെന്ന് പറയുന്നത്, when the additional information is given in front of several people. ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് ഈ അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, then when individual is alone, പിന്നീട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഈസ് ഫാസ്റ്റർ ആൻഡ് ഗ്രേറ്റർ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് പെട്ടെന്ന് കൈവരിക്കാനായിട്ട് പറ്റും. കാരണം ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ചാണ് ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞത്. വിശ്വസിക്കാവുന്നതും അതിൽ സത്യാവസ്ഥ ഉള്ളതും എന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നതുകൊണ്ട്. ഇനി അടുത്തത്, when an individual publicly accepts and declares his attitudes and beliefs. ഒരു വ്യക്തി പബ്ലിക്കായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ആ ചില ആറ്റിറ്റ്യൂഡും ബിലീഫും നമ്മൾ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു എന്നിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ he commits himself to those attitudes and beliefs. അപ്പോൾ നമ്മൾ പരസ്യമായിട്ട് പറയണം, ഞാൻ വെള്ളം അടിക്കാത്ത ആളാണ് എന്ന് പരസ്യമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നാച്ചുറലി നമ്മൾ
പരസ്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ലേ വെള്ളം അടിക്കാത്ത ഒരാളാണെന്നുള്ളത്. അപ്പോൾ നാച്ചുറലി നമ്മൾ കഴിയുന്നത് നമ്മൾ വെള്ളമടി ഇല്ലാതിരിക്കുന്ന ഒരു ഇല്ലായിരിക്കും നമ്മൾ കഴിയുന്നത്. Such public commitment brings about a sort of rigidity in his attitudinal stand. ഇപ്പം വേറെ ഏതൊക്കെ സാഹചര്യങ്ങൾ ഒരു പാർട്ടി പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ഒരു ഒരു സോഷ്യലായിട്ട് വെള്ളം അടിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിരുന്നാലും നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്നു. അപ്പം നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിജിഡ് സ്റ്റാൻഡാണ്. Brings about a sort of rigidity in his attitudinal stand. Any additional information is likely to bring change in attitudes. അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിലും അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് ലൈക്ലി ടു ബ്രിങ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്. However, in a situation where the individual has not made public his attitudes and values, നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, നമ്മുടെ ബിലീവ്സ് ആറ്റിറ്റ്യൂഡ്സ് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹിസ് കമ്മിറ്റ്മെൻറ്റ് ഈസ് പ്രൈവറ്റ് നോട്ട് പബ്ലിക്. നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്, പബ്ലിക് അല്ല. അഡീഷണൽ ഇൻഫർമേഷൻ വിൽ ബ്രിങ് മോർ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ബിക്കോസ് പബ്ലിക് ഈസ് നോട്ട് അവെയർ ഓഫ് ദി ഇൻഡിവിജ്വൽസ് പ്രീവിയസ് സ്റ്റാൻഡ് ഇൻ ദ ഇഷ്യൂ. എൻ്റെ പഴയ സ്റ്റാൻഡ് എന്താണെന്ന് പബ്ലിക്കിന് അറിയില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം കൂടെ നമുക്ക് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന് കാരണമായിട്ടുള്ള ഒരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. അടുത്തത്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഇഫ് അഡ്വക്കേറ്റഡ് ത്രൂ ഡിസ്കഷൻ മെത്തേഡ് ഈസ് മോർ സക്സസ്ഫുൾ ദാൻ ഇൻസ്റ്റെഡ് ഓഫ് ലെക്ചർ മെത്തേഡ്. അപ്പോൾ ഡിസ്കഷൻ മെത്തേഡുണ്ട്, രണ്ടുപേരും തമ്മിൽ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. മറിച്ച് ലെക്ചർ മെത്തേഡ് പറയുമ്പോൾ ഒരാൾ ലെക്ചർ ചെയ്യണം, ക്ലാസ്സിൽ ഒരു ടീച്ചർ ലെക്ചർ ചെയ്യും പോലെ പറയുന്നു. നമ്മുടെ നോട്ടിൽ എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ബീഫ് കൺസപ്ഷനെ കുറിച്ചൊരു എക്സാമ്പിൾ ഉണ്ട്. ഈ കുറേ ഹൗസ് വൈഫ്സിൻ്റെ ഇടയിൽ ബീഫ് കൺസപ്ഷൻ കൂട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ. ഡിസ്കഷൻ മെത്തേഡ് വഴി പോയപ്പോൾ അവർ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് പറ്റി ദാൻ ലെക്ചർ മെത്തേഡ്. ഒരാൾ വന്നെന്ന് പറയണം ബീഫ് കഴിക്കണത് നല്ലതാണ്, നല്ല പ്രോട്ടീൻ ഉള്ളതാണ് എന്നും പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകണം. മറ്റത് കുറേ ഹൗസ് വൈഫ്സ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഡിസ്കഷനിൽ കൂടെ എടുത്ത തീരുമാനം നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ ചില നമ്മളിപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് പോകും, പക്ഷേ ചില ടൈപ്പ് ഓഫ് സംസാരങ്ങളുണ്ട് വളരെ പെർസ്വേസീവാണ്. അതായത് ഈ നമ്മളെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്, സംസാര രീതിയാണ്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്, എങ്ങനെ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ പറ്റും എന്നുള്ളത്. പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. Communication of such facts and information as are attractive and appealing to the listener. കേൾക്കുന്നവർക്ക് വളരെ അട്രാക്റ്റീവാണ്, അപ്പീലിങ്ങുമാണ്. ആൻഡ് ഹാസ് ഡയറക്റ്റ് ബിയറിംഗ് ഓൺ ദി ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ പേഴ്സൺ. നമ്മുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതും ആണ്. അതാണ് ഈ പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ടു പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്. അത് 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന്, സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ്റെ സോഴ്സ് എന്താണ്? 2, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ എന്താണോ സംസാരിച്ചത് അതിൻ്റെ ക്യാരക്ടറും അതിൻ്റെ കണ്ടൻറ്റും. 3, ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏത് ചാനലിൽ കൂടെയാണ് ഈ സംസാരം നടന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഡിയൻസ് ആരൊക്കെയായിരുന്നു, ഈ ഓഡിയൻസ് ഉള്ളവർ എങ്ങനെയൊക്കെയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷനിലെ 4 ഫാക്ടേഴ്സ്. ഇനി ഇതിൽ ഓരോന്ന് നമുക്ക് നോക്കാം. ബൈ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വി മീൻ ദ പേഴ്സൺ ഹു പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ആരാണ് സംസാരിച്ചത്, ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഈ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദർ ആർ സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഴ്സ് വിച്ച് ഈസ് എഫക്റ്റീവ് ഇൻ പ്രൊഡ്യൂസിങ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. അപ്പോൾ ഈ സോഴ്സിൻ്റെ ചില കാര്യങ്ങളനുസരിച്ച് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് പെട്ടെന്നാണോ പതുക്കെയാണോ എന്നുള്ളത് ഒരു ഘടകമാണ്. ഉദാഹരണത്തിന് ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ. ഈ പറയുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി, ആൾ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാളാണോ, അല്ല ആരും വകവയ്ക്കാത്ത ആളാണോ, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളാണോ, അല്ലെങ്കിൽ സമൂഹം നല്ല രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണോ, ആരാണ് ഈ പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ നടത്തിയത്, അത് ആ ക്രെഡിബിലിറ്റിയെ ബന്ധപ്പെട്ടിരിക്കും. 2, അട്രാക്റ്റീവ്നെസ് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ. കാണാൻ കൊള്ളാവുന്ന വ്യക്തിയാണോ, വിരൂപിയായിട്ടുള്ള ഒരു വ്യക്തിയാണോ, അതൊരു ഫാക്ടറാണ്. 3, കണ്ടന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ. പുള്ളി പറഞ്ഞതിൻ്റെ ആ കണ്ടന്റും ക്യാരക്ടറിസ്റ്റിക്കും എന്താണ് പറഞ്ഞെന്നുള്ളത് അതുകൊണ്ട് ഒരു ഫാക്ടർ. ഇനി അടുത്തത്
Credibility of the communicator. A person who is viewed as more trustworthy and expert in the issue on hand is likely to bring about a more change in attitude. അതായത് ഒരു സംഭവം നല്ല വിശ്വാസയോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാറ്ററിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ് എങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കത്തേ ഉള്ളൂ. അടുത്തത്, ഇതിലൊരു ഒരു സ്ലീപ്പർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ടേം നമ്മുടെ നോട്ടിലുണ്ട്. സ്ലീപ്പർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് ഇവിടെയാണ് അത് വരുന്നത്, റൈറ്റ്? വിത്ത് ദ ലാപ്സ് ഓഫ് ടൈം, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ലൂസസ് ഇറ്റ്സ് റെലവൻസ് ആൻഡ് ഓൺലി കണ്ടന്റ് ഓഫ് മെസ്സേജ് ഇസ് റീറ്റെയിൻഡ്. അതായത് സമയം പോകും തോറും, നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞ് സമയം പോകും തോറും ഈ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ലൂസസ് ഇറ്റ്സ് റെലവൻസ്. ആര് പറഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനത്തെ ആളാണ് പറഞ്ഞു എന്നുള്ളതെന്ന് അത് റെലവൻ്റ് അല്ലാതെയാവും. പക്ഷേ ഒൺലി കണ്ടന്റ് ഓഫ് മെസ്സേജ് ഇസ് റീറ്റെയിൻഡ്. എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ മാറ്റർ എന്താണ് പറഞ്ഞത്, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, അതിനെയാണ് മനസ്സിൽ നമ്മൾ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യണത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. സ്ലീപ്പർ എഫക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. അടുത്തത്, അട്രാക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്ററിൻ്റെ അട്രാക്റ്റീവ്നെസ് എന്താണ്? അട്രാക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേറ്റർ ഹാസ് ടു ആസ്പെക്ട്സ്: ഫിസിക്കൽ ബ്യൂട്ടി ആൻഡ് സിമിലാരിറ്റി. ശാരീരികമായിട്ടുള്ള ബ്യൂട്ടി, സിമിലാരിറ്റി, നമ്മളുമായിട്ട് എത്ര സിമിലർ ആണെന്നുള്ളത്. വെൻ ദ കമ്മ്യൂണിക്കേറ്റർ ഈസ് ഹൈലി ബ്യൂട്ടിഫുൾ, ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഈസ് മോർ. ഈ പറയുന്ന വ്യക്തി വളരെ സുന്ദരനോ അല്ലെങ്കിൽ സുന്ദരിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റിൽ സുന്ദരിയായിട്ടുള്ള സ്ത്രീകളാണ് ഈ പല പ്രോഡക്റ്റും അഡ്വർടൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുന്ദരന്മാരാണ് ചില കാറെല്ലാം ഹൈ സ്പീഡിൽ ഓട്ടിക്കണത്. അപ്പോൾ അത് കണ്ട് നമ്മൾ വിശ്വസിച്ച് നമുക്കും അതുപോലെ കാർ ഓട്ടിക്കണം, കാരണം സുന്ദരനായിട്ടൊരു വ്യക്തി, നല്ല സ്ട്രോങ് ഏബിൾ ആയിട്ടുള്ള ഒരാൾ നല്ല വണ്ടി ഓട്ടിക്കണം, നമുക്കതുപോലെ ഒരു വണ്ടി നമുക്ക് ഓട്ടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടി, നമ്മളെ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടി, ആ വാഹനം വാങ്ങിക്കാൻ വേണ്ടി, അതുപോലെ ഒരു സുന്ദരിയായിട്ടുള്ള കാര്യം, ഇപ്പോൾ സോപ്പോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ വിൽക്കാൻ വേണ്ടി നോക്കണം, പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്, അഡ്വർടൈസ് ചെയ്യാൻ നോക്കുന്നത്, അത് കണ്ട് നമ്മളും അതുപോലെ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട്. ഉദാഹരണത്തിന് ഹെയർ ഓയിൽ. ഇനി അടുത്തത്, കണ്ടന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദർ ആർ 3 dimensions ഓഫ് കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 3 ഡയമെൻഷൻസ് ഉണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ്റെ കണ്ടന്റിന്. ഒന്ന്, ഫിയർ എറൗസിങ് അപ്പീൽ, പേടി ഉണ്ടാക്കുന്നതാണ് എങ്കിൽ. 2, ഓർഗനൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ആ സംസാരം ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. 3, ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏത് ചാനലിൽ കൂടെയാണെന്നുള്ളത്. ഇനി അടുത്തത് പേജ് 7 ആണ്. ഞാൻ തന്ന നോട്ടിൽ ഫിയർ അറൗസിങ് അപ്പീൽ. എന്താണ് ഈ ഫിയർ അറൗസിങ് അപ്പീൽ? When some information is aimed at arousing fear or negative informations, നമുക്കൊരു വിവരം തരുകയാണ്, ആ വിവരം നമ്മൾ കേട്ടപ്പം പേടി ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാക്കുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് പ്രൊവൈഡ്സ് യു വിത്ത് ആൾട്ടർനേറ്റീവ്സ് ടു റെഡ്യൂസ് ദാറ്റ് ഫിയർ. പക്ഷേ അതിൽ എന്തൊക്കെ ചെയ്താൽ ഈ പേടി മാറ്റാം, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഇമോഷനെ മാറ്റാം എന്നും കൂടെ പറയുന്നു എങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ടു ബി മോർ എഫക്റ്റീവ്. അത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാനായിട്ട്. അടുത്തത്, ഓർഗനൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഈസ് അഫക്റ്റഡ് ബൈ ദ വേ ഇൻ വിച്ച് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് പ്രസൻറ്റഡ്. എങ്ങനെയാണ് ഒരു വാർത്ത, എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്തത്, എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്തത്, അതും കൂടെ ബന്ധപ്പെട്ടിരിക്കും. ഇനി ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. ദ ഫസ്റ്റ് ഇഷ്യൂ ഇൻ റിഗാർഡ് ടു ഓർഗനൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദി എഫക്റ്റ് ഓഫ് വൺ സൈഡഡ് വേഴ്സസ് 2-sided കമ്മ്യൂണിക്കേഷൻ. ചില കമ്മ്യൂണിക്കേഷൻ 1-sided ആണ്, ചില 2-sided ആണ്. ഇനി എന്താണ് ഈ 1-sidedും 2-sidedും? എക്സാമ്പിൾ അതിൻ്റെ അതായത്, ഷുഡ് എ കമ്മ്യൂണിക്കേറ്റർ പ്രസൻറ്റ് ജസ്റ്റ് ദി ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഇൻ റിസീവർ. റിസീവർ എന്ന് പറയുമ്പോൾ ഈ വാർത്ത കേൾക്കുന്ന വ്യക്തിയിൽ ജസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് മാത്രം പറഞ്ഞാൽ മതി, അത് 1-sided ആണ്. അതായത് ഫേവറബിൾ ആർഗ്യുമെൻറ്റ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടി ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അതാണ് 1-sided. ഓർ ഷുഡ് ദ ആർഗ്യുമെൻറ്റ്സ് ബി പ്രസൻറ്റഡ് വിത്ത് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഓൾസോ, മറു കാര്യങ്ങളും കൂടെ പറയാണ്. അപ്പം ഫേവറബിളും ഉണ്ട്, അൺഫേവറബിളും കൂടെ ഒരുമിച്ച് പറയാണ്, അതാണ് 2-sided. അപ്പോൾ 1-sided എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ വേണ്ടി ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു വശത്ത് പറയുള്ളൂ. മറുവശത്ത്
രണ്ട് കൗണ്ടറുമായിട്ട് ഒരു ഫേവറബിളും ഉണ്ട്, അൺഫേവറബിൾ രണ്ടും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പിക്ക് ആൻഡ് ചൂസാണ്, ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വൺ സൈഡഡ് ഉണ്ട്, ടു സൈഡഡ് ഉണ്ട്. നമ്മുടെ എക്സാമ്പിളിൽ ഉദാഹരണത്തിന് ഈ ചില പട്ടാളക്കാർ ഈ ജാപ്പനീസ് ജപ്പാൻകാരുമായിട്ടുള്ള യുദ്ധത്തിന് വേൾഡ് വാർ സെക്കൻഡ് സമയത്ത് ഈ അലൈഡ് സോൾജേഴ്സിന് കൊടുക്കുന്ന വിവരത്തെക്കുറിച്ചാണ് പറയുന്നത്. ജാപ്പനീസുകാർ എങ്ങനെയാണെന്നുള്ളത് അവരുടെ ശക്തി, അവരുടെ ശക്തിവശം ഒരു വശത്ത് പറയുന്നു, വൺ സൈഡഡ്. മറുവശത്ത് ശക്തിവശവും പറയുന്നു, അവരുടെ വീക്ക്നെസ്സസും കൂടെ പറയുന്നു. അപ്പം ജപ്പാൻകാരുടെ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്? ഉദാഹരണത്തിന് ജർമ്മനി തോറ്റു, ജപ്പാൻ ഇപ്പം വളരെ ലോ മൊറയിൽ ആണ്, അപ്പം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയും കൂടെ പറയുന്നു. അപ്പം എങ്ങനെയാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണു എന്നുള്ളത്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എങ്ങനെ വരുന്നു എന്നുള്ളത്, ആ ഒരു എക്സാമ്പിൾ നമ്മുടെ നോട്ടിലുണ്ട്. റൈറ്റ്. അപ്പോൾ ടു സൈഡ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ട്, വൺ സൈഡിൽ കൗണ്ടർ ആർഗ്യുമെൻ്റ് ഇല്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇനി one other issue in regard to organization of communication is whether the message should draw its own conclusion or should it be left to the audience. വേറൊരു ഈ വാർത്ത പ്രസൻറ്റ് ചെയ്യണമല്ലേ, കൺക്ലൂഷനും കൂടെ പറഞ്ഞു തരണോ അതോ കൺക്ലൂഷൻ നമുക്ക് വിട്ടുതരാണോ ആലോചിച്ച് ഊഹിച്ചെടുക്കാൻ വേണ്ടി എന്നുള്ള ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. whether the message should draw its own conclusion or it should be left to the audience. കേൾക്കുന്നവർക്ക് വിട്ടുകൊടുക്കുകയാണോ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. Another issue in organization and a presentation of communication centers over primacy versus recency effect. Primacy versus recency effect. എന്താണ് ഈ പ്രൈമസി, എന്താണ് റീസൻസി? That is, whether the information presented first or presented last is more effective. ഏതാണ് എഫക്റ്റീവ്? ആദ്യം പ്രസന്റ് ചെയ്യണതാണോ ഒടുവിൽ പ്രസന്റ് ചെയ്യണതാണോ, ഏതിനാണ് കൂടുതൽ എഫക്റ്റ് ഉള്ളത്? അതാണ് ഈ പ്രൈമസി ആൻഡ് റീസൻസി എഫക്റ്റ് എന്നുള്ളത്. ഇനി ഇവിടെ ഒരു ടെർമിനോളജി പറയുന്നുണ്ട്, ഇനോക്കുലേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെർമിനോളജി പറയുന്നുണ്ട്. അതായത് വൺ സൈഡഡ് ആൻഡ് ടു സൈഡഡ് കമ്മ്യൂണിക്കേഷൻസ് ആൾസോ ഡിഫർ ഇൻ ദി എബിലിറ്റി ടു ഇനോക്കുലേറ്റ് ഒരു തരം കുത്തിവയ്ക്കും പോലെ, ഇനോക്കുലേറ്റ് പീപ്പിൾ എഗെയിൻസ്റ്റ് ലേറ്റർ കൗണ്ടർ പ്രൊപ്പഗാൻഡ എന്നുള്ള ഒരു ഇല്ല, കൗണ്ടർ പ്രൊപ്പഗാൻഡയെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് പ്രൈമസി ആൻഡ് റീസൻസി എഫക്റ്റിനെ കുറിച്ച് വീണ്ടും കുറച്ചുകൂടെ പറയുകയാണ്. വെൻ ദ ഏർലിയർ ഇൻഫർമേഷൻ ഈസ് മോർ എഫക്റ്റീവ് ഇറ്റ് ഈസ് നോൺ ആസ് എ പ്രൈമസി എഫക്റ്റ്. ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെങ്കിൽ അതാണ് പ്രൈമസി എഫക്റ്റ്. ബട്ട് വെൻ ഇൻഫർമേഷൻ പ്രസൻറ്റഡ് ലേറ്റർ ഈസ് മോർ എഫക്റ്റീവ് ഇറ്റ് ഈസ് നോൺ ആസ് റീസൻസി എഫക്റ്റ്. അതായത് പിന്നീട് വന്ന ഇൻഫർമേഷനാണ് എഫക്റ്റീവ് എന്നുണ്ടെങ്കിൽ അത് റീസൻസി എഫക്റ്റ്. അതായത് റീസെൻ്റ് ആയിട്ട്, അത് ഓർക്കാനായിട്ടുള്ള എളുപ്പം എന്ന് പറയുന്നത്, റീസെൻ്റ് ഇൻഫർമേഷൻ ആണോ എഫക്റ്റീവായിട്ടായത് അത് റീസെൻ്റ് എഫക്റ്റ്. ആദ്യം കിട്ടിയത് പ്രൈമറി ആയിട്ട് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ ആണോ എഫക്റ്റീവ് അത് പ്രൈമറി എഫക്റ്റ് ആണ്. അപ്പോൾ പ്രൈമസിയും റീസൻസിയും. ഇനി അടുത്തത് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. To what extent a communication will be effective depends on which channel of communication is being used. ഏത് ചാനലിൽ കൂടെയാണ് ഈ വാർത്ത വന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ വന്നു എന്നുള്ളത്. ഡിഫറെൻറ്റ് ചാനൽസ് ഹാവ് ഡിഫറൻഷ്യൽ എഫക്റ്റ് ഓൺ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. പലതും പല എഫക്റ്റ് ആണ് ഉള്ളത്. റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് മാസ് മീഡിയ ഡയറക്റ്റഡ് അറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ മാസസ്. അതായത് റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ ഉണ്ട് മാധ്യമങ്ങളായിട്ട്. കമ്മ്യൂണിക്കേഷൻ ത്രൂ മാസ് മീഡിയ ഈസ് ഇംപേഴ്സണൽ. അതായത് പരസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ആർക്കും പ്രത്യേകിച്ച് എടുത്തു പറയുന്നവരല്ല. ടി വി വെച്ച് കഴിഞ്ഞാൽ ആര് ടി വി വയ്ക്കുന്നോ അവർ ഈ വാർത്ത കേൾക്കും, ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുകയല്ല അവിടെ, അത് ഇംപേഴ്സണലാണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഈസ് ലാക്കിംഗ് ദെയർ. ഇത് ടി വിയിലെ ന്യൂസ് പ്രസൻറ്റർ നമ്മുടെ അടുത്ത് മാത്രമല്ല ന്യൂസ് പറയുന്നത്, ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. വേണമെങ്കിൽ കേൾക്കാം, കേട്ടിട്ട് വേണമെങ്കിൽ പല രീതിയിലെ ചിന്തകൾ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ബട്ട് വെൻ എ കമ്മ്യൂണിക്കേറ്റർ റീച്ചസ് ഔട്ട് ടു ഓഡിയൻസ് ഇൻ പേഴ്സൺ, നേരിട്ട് വന്നൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഹി എസ്റ്റാബ്ലിഷസ് പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് ദം. നേരിട്ട് വന്ന് സംസാരിക്കുന്ന ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാവുന്നു എങ്കിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന് മാറ്റം ഉണ്ടാവും. പേഴ്സണൽ കോണ്ടാക്ട് ഈസ് മോർ എഫക്റ്റീവ് ദാൻ മാസ് മീഡിയ ഇൻ പ്രൊഡ്യൂസിങ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. പേഴ്സണൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കുറച്ചുകൂടി എഫക്റ്റീവ് ആണെന്ന് പറയുന്നു.
ഇനി അടുത്തത്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഇസ് ഗ്രേറ്റർ വെൻ ആൻ ഇൻഡിവിജ്വൽ റിസീവ്സ് ഇൻഫർമേഷൻ ത്രൂ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഒരു സംഭവത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടാകും. ദാൻ വെൻ ഹി റിസീവ്സ് ഇൻഫർമേഷൻ ത്രൂ പാംഫ്ലെറ്റ്സ് ഓർ പോസ്റ്റേഴ്സ് ഗ്ലൂഡ് ഓൺ വാൾസ്. ഒരു പാംഫ്ലെറ്റ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമാ പരസ്യം പോലെ ഒരു ചുവരിൽ ഒട്ടിച്ചിരിക്കുക, റോഡിലെ ചുവരിൽ പോലെ ഒട്ടിച്ചിരിക്കുന്നത് കാണുന്നതായിട്ടോ അല്ലാതെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ കൂടെയാണ് വിവരം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന് ഘടകമാണ്. ഇനി അടുത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഡിയൻസ്. ഇനി 2 ചെറിയ ടോപ്പിക്കും കൂടെയുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഡിയൻസ്. Effectiveness of communication aimed at changing attitudes of audience is also dependent upon the characteristics of the audience receiving the message. ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ് മെസ്സേജ് കിട്ടുന്നത് എന്നതും കൂടെ ഒരു ബാധകമായ ഒരു ഘടകമാണ്. പീപ്പിൾ ഹു ആർ ഹൈ ഇൻ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആർ അഗ്രസീവ്. ഒരു തരം വലിയ ഒരു സെൽഫ് എസ്റ്റീമിൽ വലിയ ഇത് കൂടുതലായിട്ട് ആളും സെൽഫ് കോൺഫിഡൻസ് കൂടുതലും വളരെ അഗ്രസീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അപ്പം അഗ്രസീവ് ബൈ നേച്ചർ ആർ ലെസ് ലൈക്ലി ടു ബി അഫക്റ്റഡ് ബൈ കമ്മ്യൂണിക്കേഷൻ ടു ചേഞ്ച് ആറ്റിറ്റ്യൂഡ്. പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ എളുപ്പം ഒന്നും നടക്കില്ല. വലിയ വലിയ ഒരു വലിയൊരു കാളെ പോലെയോ അങ്ങനെയല്ല ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ബുള്ളിനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, വലിയ ആരോഗ്യവാനായിട്ടും സ്വയം തൃപ്തനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എളുപ്പം ഒന്നും പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല ആ ആളുടെ അടുത്ത്. ഇനി അടുത്തത്, ഏജും ഒരു ഫാക്ടറാണ്. ഏജ് ഹാസ് ഓൾസോ ബീൻ ഫൗണ്ട് ടു അഡ്വേഴ്സ്ലി അഫക്റ്റ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്. ഇൻക്രീസ് ഇൻ ഏജ് ബ്രിങ്സ് അബൌട്ട് റിജിഡിറ്റി ആൻഡ് കൺസർവേറ്റിസം ഇൻ തിങ്കിങ്. പ്രായം കൂടുന്തോറും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എളുപ്പമൊന്നും കാര്യം നമുക്ക് പെർസ്വേഡ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. Thus, an aged person is less likely to be affected by persuasive communication. നമുക്ക് തന്നെ അറിയാം, അച്ഛനമ്മമാരുടെ തീരുമാനങ്ങൾ അങ്ങ് എളുപ്പം മാറ്റാൻ വേണ്ടി ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഏതെങ്കിലും പല രീതിയിൽ പറഞ്ഞു കൊടുത്താലും മാറാനൊന്നും പോണില്ല അങ്ങനെ എളുപ്പം. ഇനി അടുത്തത്, എൻഫോഴ്സ്ഡ് കോണ്ടാക്ട്. എന്താണ് ഈ എൻഫോഴ്സ്ഡ് കോണ്ടാക്ട്? By enforced contact, we mean a social situation in which two opposing parties are compelled to interact with each other. 2 വ്യത്യസ്തമായ ആൾക്കാർ അവരെ കമ്പൽ ചെയ്യാണ് ഒരുമിച്ചിരിക്കാനായിട്ട്. നമ്മുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും. 2 എണ്ണത്തിനെയും പിടിച്ച് ഒരു മുറിയിലാക്കണം. ഒരു മുറിയിൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ആ മുറിയിലുള്ളത് ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഷെയർഡ് ഒരു ചുറ്റുപാട് വരുമ്പോൾ പല കാര്യങ്ങളും അവർ നേരിട്ട് സംസാരിച്ച് പല കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ പക്ഷേ നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാണ്? സാധാരണ ഇന്ത്യയിൽ നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട്. സാധാരണ ഇന്ത്യയിലെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് പാകിസ്ഥാൻകാർ വലിയ കൊലയാളികളാണ്, ടെററിസ്റ്റിനെ സഹായിക്കുന്നവരാണ്, അവരെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു ചുറ്റുപാടാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 2 പേരും വലിയ കൂട്ടുകാരായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. Such enforced contact allows people to understand each other in a better way through repeated exposure to each other. In such situations, people receive first-hand information about each other and has the opportunity to test the information received. അപ്പം മാധ്യമങ്ങൾ വരുമ്പോൾ പാകിസ്ഥാനികൾ വലിയ ക്രൂരതയുള്ള ആൾക്കാരൊന്നുമല്ല, നമ്മളെപ്പോലെ ഇന്ത്യക്കാരെ പോലെ ഉള്ള ആൾക്കാരാണ്. നമ്മളെപ്പോലെയുള്ള ചിന്താഗതികളും ആഹാര രീതികളും എല്ലാം ഉള്ളവരാണ്. ഭായി എന്ന രീതിയിൽ പോവേണ്ടതാണ് എന്നൊക്കെ നമുക്ക് നേരിട്ട് നമുക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാവും. അതാണ് ഈ എൻഫോഴ്സ്ഡ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷനും ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെയും കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് കഴിഞ്ഞു. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ബ്ലോക്ക് 3 കഴിഞ്ഞു. നാളെ നമ്മൾ ബ്ലോക്ക് 4 തുടങ്ങും. ബ്ലോക്ക് 4 ഫസ്റ്റ് യൂണിറ്റ് ആയിരിക്കും നാളെ ഉള്ളത്, ഗ്രൂപ്പിനെ കുറിച്ച് നാളെ. ഓക്കെ സാർ. താങ്ക് യു. ബ്ലോക്ക് 4 തുടങ്ങാനല്ലേ? നാളെ യൂണിറ്റ് 1 ബ്ലോക്ക് 4 MPC04. Thank you. Good night. Thank you. Good night. Bye. Thank you, sir. Good night. Thank you.